കുറവുള്ള സീറ്റെന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ 7478 സീറ്റും അവിടെ പ്രവേശനം ലഭിച്ചവരെന്ന് പറഞ്ഞാൽ 53,762. പിന്നെ കുറവുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കാസർഗോഡാണ്. 252 സീറ്റാണ് അവിടെ. 252. അവിടെ 15,046 പേരാണ് അഡ്മിഷൻ കിട്ടിയത്. ഇത് കൂടാതെ പാലക്കാട് ജില്ലയിൽ 1757 സീറ്റിന്റെ കുറവുണ്ട്. 757. അവിടെ പ്രവേശനം ലഭിച്ചവർ 29,475. അപ്പോൾ ഈ കുറവുള്ള ഈ സീറ്റുകളൊക്കെ തന്നെ ചെറിയ സീറ്റുകളാണല്ലോ, കുറച്ച് നമ്പരേ ഉണ്ടാവുള്ളൂ. അതെല്ലാം 1, 2, 3 അലോട്ട്മെന്റ് കഴിഞ്ഞു. ഇനി അടുത്ത സപ്ലിമെന്ററി അലോട്ട്മെന്റോടുകൂടി പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും. പ്രത്യേകിച്ചൊരു ആവശ്യവും ഈ ജില്ലയിൽ നിന്ന് ഉയർന്നു വന്നിട്ടില്ല. വിദ്യാർത്ഥി സംഘടനകളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുകയാണ്. +1 സീറ്റ് പ്രതിസന്ധി പരിശോധിക്കാൻ വിഷയ കോമ്പിനേഷന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തിയപ്പോൾ മലപ്പുറം ജില്ലയിലെ 7 താലൂക്കിലും സയൻസ് സീറ്റുകൾ അധികമാണ്. എന്നാൽ കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഷയങ്ങൾ സീറ്റുകളുടെ ലഭ്യത കുറവാണ് കാണുന്നത്. നിലമ്പൂർ, ഏറനാട്, പെരിന്തൽമണ്ണ, തിരൂർ, പൊന്നാനി, തിരൂരങ്ങാടി, കൊണ്ടോട്ടി ഇവിടെ സയൻസ് സീറ്റ് ഇപ്പോൾ ഞാൻ പത്രസമ്മേളനം നടത്തുന്ന അവസരത്തിൽ 4,431 സീറ്റ് കൂടുതലാണ്. ഹ്യൂമാനിറ്റീസ് 3,816 സീറ്റ് കുറവാണ്. കൊമേഴ്സ് 3,405 സീറ്റ് കുറവാണ്. 3,405. അങ്ങനെ വരുമ്പോൾ 7,221 സീറ്റാണ് കുറവ്. ഞാൻ നേരത്തെ പറഞ്ഞ 7,478 ചെറിയ വ്യത്യാസം മാത്രമാണ് അതിൽ വരുന്നത് ടോട്ടൽ ഏറ്റെടുത്ത് വരുമ്പോൾ. കഴിഞ്ഞ വർഷം അഡ്മിഷൻ പൂർത്തീകരിച്ച അവസരത്തിൽ മലപ്പുറം ജില്ലയിൽ 4,952 സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ഇപ്രാവശ്യം 53,762 പേർ പ്രവേശനം നേടിക്കഴിഞ്ഞു. ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റ് അപേക്ഷ ക്ഷണിക്കുന്നത് 2-ാം തീയതി മുതൽ 5-ാം തീയതി വരെയാണ്. അലോട്ട്മെന്റ് 8-ാം തീയതി ആരംഭിക്കും. 8-ാം തീയതി കൊണ്ട് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അലോട്ട്മെന്റ് തീർക്കും. ജൂലൈ മാസം 8, 9 തീയതികളിൽ അഡ്മിഷൻ നടക്കും. അതെ അതെ. അതുപോലെ തന്നെ സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം സ്കൂൾ കേരളയുടെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ അപേക്ഷ ക്ഷണിച്ചാൽ മതി എന്നാണ് വിദ്യാർത്ഥി സംഘടനയുടെ യോഗം പറഞ്ഞത്. അതങ്ങനെ ചെയ്യാമെന്ന് ഞങ്ങൾ പറഞ്ഞു.
കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 20 മലപ്പുറത്ത് മാത്രം സ്കൂൾ കേരളയ്ക്ക് 12,000 വരുന്ന വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. പൊതുവിൽ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും പറഞ്ഞത് ഈ കുറവ് നികത്തുന്നതിന് വേണ്ടി ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ നമ്പർ നികത്തുന്നതിന് വേണ്ടി അധിക ബാച്ച് തന്നെ അനുവദിക്കണം എന്നുള്ള അഭിപ്രായമാണ് എല്ലാ വിദ്യാർത്ഥി സംഘടനകളും ഉന്നയിച്ചത്. ശതമാനം വർദ്ധിച്ചാൽ ഇനിയും കുട്ടികൾ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നതിന് വേണ്ടി കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ട്. 65-ന് മുകളിലും 70-നൊക്കെ താഴെയുണ്ട്. അത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷമുള്ള ഒരു പ്രവണതയെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. +1 ആരംഭിച്ച കാലം മുതൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ട്. ഏറ്റവും കൂടുതൽ അൺഎയ്ഡഡ് ക്ലാസ് സ്കൂൾ ബാച്ചുകൾ അല്ലെങ്കിൽ സ്കൂളുകൾ കൊടുത്ത കാലഘട്ടം ഏത് കാലഘട്ടം എന്നൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. എനിക്ക് മുമ്പ്, അതായത് 1ാം പിണറായി ഗവൺമെന്റിന് മുമ്പ് ഒരു ക്ലാസ്സിൽ 72 കുട്ടികളെയൊക്കെ ഇരുത്തി പഠിപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം അത് സ്വാഭാവികമാണ്. കേരളത്തിന്റെ ഒരു അന്തരീക്ഷം വെച്ച് നോക്കുമ്പോൾ 99% റിസൾട്ടും അതേപോലെ A+ ഒക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രശ്നമുണ്ട്. മറ്റൊരു കാര്യം വന്നത് അലോട്ട്മെന്റ്, ഈ താലൂക്ക് അടിസ്ഥാനത്തിൽ അലോട്ട്മെന്റ് നടത്താൻ പറ്റുമോ എന്ന് സംബന്ധിച്ചും പരിശോധിക്കണമെന്നുള്ള നിലയിൽ അവരുടെ അഭിപ്രായം വന്ന് അത് നമ്മളതിന്റെ വിദഗ്ധന്മാരുമായിട്ട് ആലോചിക്കാമെന്ന് പറഞ്ഞു. നമുക്ക് ഒരു മറുപടി പറയുന്നതിന് വേണ്ടി കഴിയില്ല, പരിശോധിക്കാം, അതിനകത്ത് സംബന്ധിച്ചും പരിശോധിക്കാമെന്ന് പറഞ്ഞു. മലപ്പുറം സർക്കാർ മേഖലയിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 85 സ്കൂളും എയ്ഡഡ് മേഖലയിൽ 88 സ്കൂളുമാണ് ഉള്ളത്. ഹയർ സെക്കൻഡറി 2ാം വർഷം ഇപ്പോൾ പഠിക്കുന്നത് 66,024 കുട്ടികളാണ് പഠിക്കുന്നത്. നിലവിലെ മലപ്പുറത്തിന്റെ സാഹചര്യം പരിഗണിച്ച് പുതിയ താൽക്കാലിക ബാച്ച് അനുവദിക്കുക എന്നത് തത്വത്തിൽ അംഗീകരിച്ചിരിക്കുകയാണ്. ജൂലൈ 2-ന് സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. ജൂലൈ മാസം 2, 3, 4 തീയതികളിലായി സപ്ലിമെന്ററി അലോട്ട്മെന്റിന് അപേക്ഷിക്കാം. സംസ്ഥാനത്തെമ്പാടുമുള്ള താലൂക്ക് തല സ്ഥിതിവിവര കണക്കുകൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ശേഖരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇക്കാര്യം പരിശോധിച്ച് റിപ്പോർട്ട് നൽകുവാൻ 2 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ്. ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ അക്കാദമിക്, മലപ്പുറം RDD എന്നിവരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ജൂലൈ 5-നകം സമിതി റിപ്പോർട്ട് സർക്കാരിന് നൽകണം. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമാനുസരണമുള്ള അടുത്ത പ്രവേശന നടപടികൾ ആരംഭിക്കും. ഹയർ സെക്കൻഡറി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഒരു പ്രോസ്പെക്ടസ് ഇറക്കിയിട്ടുണ്ട്. അത് നമുക്ക് അതിൽ നിന്ന് പിന്മാറുന്നതിന് വേണ്ടി കഴിയില്ല. അതിലെ എല്ലാ കാര്യങ്ങളും പാലിച്ചാൽ മാത്രമേ കഴിയുള്ളൂ. അല്ലെങ്കിൽ കോടതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ചോദ്യം ചെയ്യുന്ന വിശേഷമുണ്ട്. നിലവിൽ ജൂലൈ മാസം 31-നകം ആ പ്രോസ്പെക്ടസ് പറഞ്ഞിരിക്കുന്നത് അഡ്മിഷൻ അവസാനിപ്പിക്കുന്ന രീതിയിലാണ് പ്രവേശന ഷെഡ്യൂൾ ക്രമീകരിച്ചിരിക്കുന്നത്.
+1 പഠനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ഉറപ്പാക്കും. ഇതിനകം ക്ലാസ് നഷ്ടമാകുന്ന വിദ്യാർത്ഥികൾക്ക് ബ്രിഡ്ജ് കോഴ്സ് നൽകി പഠന വിടവ് നികത്തുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നതാണ്. മലപ്പുറം ജില്ലയിൽ ഇനി അവിടെ ITI കോഴ്സുണ്ട്. അതുപോലെ അൺഎയ്ഡഡ് മേഖലയിൽ ഒഴിഞ്ഞുകിടക്കുന്ന 10,000-ഓളം വരുന്ന സീറ്റുകൾ ഉണ്ട്. അതെ അല്ല, എന്തായാലും അതും കുട്ടികളാണല്ലോ അവിടെയും പഠിക്കുന്നത്. അതിൽ പിന്നെ പോളിടെക്നിക്കിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പോകാം. അതുപോലെ വേറെന്താ കോഴ്സ്, ഈ SLC കഴിഞ്ഞ ശേഷമുള്ള പിന്നെ VHSC ഉണ്ട്, VHSC ചേർന്ന് പഠിക്കാൻ പോകാം. SLC കഴിഞ്ഞതിന് ശേഷമുള്ള നല്ല ജോലി സാധ്യതയുള്ള കോഴ്സുകൾ വേറെ ഉണ്ട്. ഈ മെഡിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ ധാരാളമുണ്ട്. അതൊക്കെ താല്പര്യമുള്ളവർ പോയാൽ മതി. ഇപ്പം താല്പര്യമുള്ളവർ പോയില്ലെങ്കിലും അവർക്ക് ഇപ്പോൾ സീറ്റ് എന്തായാലും ഉറപ്പാക്കിയിട്ടുണ്ടല്ലോ. ഞാൻ സൂചിപ്പിച്ചത് മാത്രമേ ഉള്ളൂ. SFIന്ന് പങ്കെടുത്ത ആർഷ്ട്രോ, ASFന്റെ നേതാവ് രാഹുൽ രാജ്, KSUവിന്റെ അലോഷി സേവ്യർ, ABVPയുടെ കല്യാണി ചന്ദ്രൻ, MSFന്റെ അസഫ്, NSLന്റെ അബ്ദുൽ ജലീൽ, AIDSOയുടെ സുകന്യ, KSCMന്റെ ബ്രൈറ്റ് കൊട്ടാരകര, ജനാധിപത്യ കേരള സ്റ്റുഡൻസ് കോൺഗ്രസ് ഡൊമിനിക്, സ്റ്റുഡൻസ് വിദ്യാർത്ഥി ജനത ഗ്രീഷ്മ രാജേന്ദ്രൻ, കേരള കോൺഗ്രസ് B ആൽവിൻ മാത്യു, ജനതാദൾ സുധീഷ്, കടന്നപ്പള്ളിയുടെ വിദ്യാർത്ഥി സംഘടന റനീഷ് മാത്യു, PJ ജോസഫിന്റെ ജോൺസ് ജോർജ്, NCPയുടെ അരുൺ, അങ്ങനെ എല്ലാവരും പങ്കെടുക്കുകയാണ്. +1 സീറ്റ് പ്രതിസന്ധിയിൽ വിദ്യാർത്ഥി സംഘടനകളുമായുള്ള ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. മലപ്പുറത്താണ് പ്രതിസന്ധി കൂടുതലുള്ളത്. അത് മലപ്പുറത്ത് കൊമേഴ്സിനും ഹ്യൂമാനിറ്റീസിനുമാണ് സീറ്റ് കുറവുള്ളത്. സയൻസിന് സീറ്റ് കൂടുതലാണ്. താൽക്കാലിക ബാച്ച് മലപ്പുറത്ത് അനുവദിക്കും. അലോട്ട്മെന്റ് കഴിഞ്ഞതിന് ശേഷം ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് മന്ത്രി പറയുന്നത്. ഒപ്പം തന്നെ ക്ലാസുകൾ നഷ്ടപ്പെടുന്നവർക്കൊരു ബ്രിഡ്ജ് കോഴ്സും സംഘടിപ്പിക്കും എന്ന് അദ്ദേഹം പറയുന്നു. വാർത്താസമ്മേളനം തുടരുകയാണ്.